ചെമ്പിൽ നിറയെ വേസ്റ്റടാ, ചെമ്പട ഇത് ചെമ്പട, ചെമ്പിൽ നിറയെ വേസ്റ്റടാ. കണ്ടുവരുണ്ടോ കുട്ടിയെ ഓരോ മാസത്തിലും 100 രൂപ വെച്ച് കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമ്പോൾ ആ വേസ്റ്റ് എവിടെ പോകുമെന്നുള്ള രീതി ഇപ്പോഴുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല പല മാലിന്യം കൂമ്പാരമാണ് ഈ തോടുകളിലും ചാലുകളിലും കടലുകളിലുമെല്ലാം. ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെന്നാണ് കേരള യൂത്ത് ഫ്രണ്ട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഈ സമ്മേളനം ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ അബു ജോൺ ജോസഫ്, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി വി കണ്ണൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോൺ ചന്ദ്രന്റെ അടക്കം പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നെയ്യാറ്റിൻകര മാരായിമുട്ടം വടകരയിലെ വീട്ടിൽ പോയതാണ്. വീട്ടിലേക്ക് കയറാൻ കഴിയില്ല, സഹോദരന്റെ വീട്ടിലാണ് ബോഡി കൊണ്ടുവച്ചത്. ആ സഹോദരന്റെ വീടിന്റെ സൈഡിൽ കൂടെ മേളിലോട്ട് കയറണം, മേളിലോട്ട് കയറുന്നിടത്തെ കുത്തുകല്ലുകൾ അത് ഇടിച്ച് വീട് കിടക്കുകയാണ്. ആ നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ ആ വഴി കടന്നുപോയ അമ്മ 3 തവണ വീണ്, ജോയിയുടെ അമ്മ 3 തവണ വീണ് കാലൊടിഞ്ഞ അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. ജോയി ഇത്തരം ഒരു സാഹസ പ്രവർത്തനത്തിന് മുതിർന്ന എന്താണ്, അമ്മയ്ക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു വീട്, ഒരു 5 സെന്റ് ഭൂമിയും ഒരു വീടും സമ്പാദിക്കണമെന്നുള്ള കഠിനമായ ഒരു ആഗ്രഹത്തിന്റെ അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹസിക പ്രവർത്തനത്തിന് ജോയി തയ്യാറായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ പിന്നെ ഒരു മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ ആവശ്യമുണ്ടോ? കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നത് പോലെ നടക്കും എന്നാണ് ഇവരൊക്കെ കരുതുന്നതെങ്കിൽ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഗവൺമെന്റ് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും അതനുസരിച്ച് നടപടി സ്വീകരിക്കാനുമുള്ള ആർജവമാണ് ഗവൺമെന്റ് പ്രകടിപ്പിക്കേണ്ടത്. അത് പ്രകടിപ്പിക്കാതെ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഈ ജോയിയുടെ മരണത്തിലേക്ക് നയിച്ച ദുരന്ത സാഹചര്യത്തിലേക്ക് നയിക്കുക, നമ്മളെയൊക്കെ കണ്ണീരിലരിയിപ്പിക്കുന്ന അത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ച കാര്യത്തിലുള്ള ഒഴിഞ്ഞുമാറൽ അവസാനിപ്പിക്കണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചക്കിട്ട, സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയുടെ ദളിതരായിരിക്കുന്ന ഉൾപ്പെടെ എല്ലാ ഓഫീസർമാരുടെയും പ്രിയ സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, ഒരു ജനപ്രതിനിധിയെ ഇവരുടെ ഉത്തരവാദിത്തമാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് സംസാരിക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ ജനങ്ങളുടെ വിഷയം ഈ പറയുന്ന ഈ വലിയ നമ്മളെല്ലാവരും ടി വിയിലും മറ്റു മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇത്രയേറെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഒരു തോട് അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തമെടുത്ത് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറയാനുള്ള ആർജവം ഇവരാരും തന്നെ കാണിക്കും. നമുക്കറിയാം, 1980കളുടെ അവസാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനീയ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് അന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച മാലിന്യമില്ലാത്ത മലയാളമാണ് എന്നൊരു ആശയം അന്ന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് നിയോജക സ്ഥലങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. സംസ്കാരം നമുക്കിവിടെ രൂപപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നമുക്കിവിടെ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് കഴിയുന്നത് പണ്ടേ തീരേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പോൾ കഴിഞ്ഞു നീങ്ങുകയാണ്. മാസത്തിൽ 1ന്റെ ഈ പറയുന്ന ഫണ്ടുകളിൽ ലാപ്സായി പോകുന്ന സാധ്യത കാണുന്നു. അപ്പോൾ ഇങ്ങനെ രീതിയിൽ തികച്ചും ഒരു പരാജയമായി മാറി എല്ലാവരുടെയും പേരിൽ ഈ സമര പരിപാടി ഉദ്ഘാടനത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യുവജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ, സാമ്പത്തിക രംഗം, ഈ 3 തരത്തിൽ 3 മേഖല എടുത്തു നോക്കിയാലും ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കറിയാം. വിദ്യാഭ്യാസ രംഗത്ത് പോലും തകർന്ന് ഈ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മയുടെ അങ്ങേ അറ്റത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത വളരെ പ്രതീകാത്മകമായ ഒരു സമരമാണ്. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നടത്തിയ ഒരു പരിപാടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടി യൂത്ത് ഫ്രണ്ടിൻ്റെ ഈ ഒരു പരിപാടിയെ അഭിനന്ദിക്കുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാലിന്യ പ്രശ്നത്തിന്
ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇത് വളരെ പ്രതീകാത്മകമായ സമരമാണ്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പൊതുജനത്തിന് മാലിന്യം കളയാനുള്ള ഒരു സംവിധാനമില്ല. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അവർക്കെതിരെ കേസ്. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. തെരുവിലെ മാലിന്യങ്ങളുമായി സെക്രട്ടേറിയറ്റിലോട്ട് കൊണ്ടുപോകാൻ വന്നതാണ്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 140 നിയോജക മണ്ഡലങ്ങളിലും പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂത്ത് നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാലിന്യങ്ങളുമായി അങ്ങോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇതൊരു വലിയ പ്രശ്നമായി പൊതുജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി ഏറ്റെടുക്കുകയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലോട്ട് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ചെയ്യാൻ വേണ്ടി മാത്രം ഏതാനും ആൾക്കാരെ വച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ആൾക്കാരെ കൂട്ടുകയാണ്. ഈ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളെ ചേർത്തുകൊണ്ട് തന്നെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലോട്ട് ഈ ഒരു സമരം വ്യാപിപ്പിക്കുമെന്ന് മാത്രം ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. പ്രതിഷേധം 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 യൂത്ത് ഫ്രണ്ടിൽ പ്രതിഷേധം യൂത്ത് ഫ്രണ്ടിൽ പ്രതിഷേധം യൂത്ത് ഫ്രണ്ടിൽ പ്രതിഷേധം യൂത്ത് ഫ്രണ്ടിൽ പ്രതിഷേധം പ്രതിഷേധം